എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും വിദ്യാഭ്യാസം കിട്ടാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് പ്രപഞ്ചത്തിലെ നിയമങ്ങൾ അറിയില്ല. ഇപ്പോൾ നിങ്ങൾ വർണ്ണം ചുവപ്പ് വർണ്ണം കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ഫിസിക്സ് പഠിച്ച മനുഷ്യരായിരിക്കും, ഭൗതികശാസ്ത്രം. ഞാനത് പഠിച്ച ആളല്ല. അപ്പോൾ പെട്ടെന്ന് ഈ അറിവെല്ലാം കൂടി എനിക്ക് കിട്ടിയപ്പോൾ ഉണ്ടാകുന്നൊരു ആന്തലുണ്ട്. നമ്മുടെ ചലനം, ഒരു വാഹനം പോകുന്നതിൻ്റെ കൃത്യമായ ശാസ്ത്രീയ നിയമമുണ്ട്. അത് കുട്ടികൾ ചലന നിയമം പഠിച്ചവരൊക്കെ കുട്ടികളത് പഠിച്ചു വന്നു. ഞാനിത് പഠിച്ച മനുഷ്യനല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ എൻ്റെ മണ്ടയിലേക്ക് അടിച്ച് കയറ്റിയപ്പോൾ ദഹിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ടായുള്ളൂ. അതാദ്യം. പിന്നെ അത് ഞാൻ ഓർക്കുമ്പോൾ ഇത് അതിൻ്റെ കൂടെ എനിക്ക് സൂയിസൈഡ് സെൻറ്റൻസ് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, പിന്നെ ഈ ഡിപ്രഷൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം കൂടി ആയപ്പോൾ അതങ്ങോട്ട് ഒന്ന് ആളിക്കത്തിയെന്നുള്ളൂ. പക്ഷേ ആളിക്കത്തി ഒന്ന് അമർന്ന് എത്തിയപ്പോൾ പിന്നെ ഞാൻ തിരിക്കാൻ എന്തൊക്കെ എന്നെ ഭയപ്പെടുത്തിയോ, ഉപനിഷത്താവട്ടെ, വൈരുദ്ധ്യാത്മക ഭൗതികവാദമാവട്ടെ, ഫ്രോയിഡ് ആവട്ടെ, മനഃശാസ്ത്രമാവട്ടെ, എന്തുകൊണ്ട് എന്നെ ഭയപ്പെടുത്തി എന്നുള്ള കാരണം അറിയാൻ വേണ്ടി തന്നെ ഞാൻ തിരികെ അതിലോട്ടെത്തി അത് വീണ്ടും വായിച്ചു. അപ്പോൾ ഇല്ല, അത് മെല്ലെ മെല്ലെ അതിൻ്റെ ഒരു തീവ്രത കുറഞ്ഞു വന്നു. പിന്നെ നമുക്കത് വളരെ സ്വാഭാവികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി. അപ്പോൾ ജീവിതത്തിലൊരു മാറ്റമൊക്കെ വരാൻ തുടങ്ങി. ഈ കാര്യങ്ങൾ ഗ്രഹിച്ചല്ലോ നമ്മൾ.